നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഞങ്ങൾ സിക്കിം കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യാമേ. സിക്കിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു സംസ്ഥാനം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സംസ്ഥാനം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം പോയത് ഒരു മോണസ്ട്രിയിലാണ് കേട്ടോ. അതിന്റെ പേര് ഡോഡ്രുൽ ചോട്ടൻ മോണസ്ട്രി എന്ന് പറയുന്ന ഈ മോണസ്ട്രിയിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത് കേട്ടോ. ഈ കാണുന്നതിനാണ് പ്രാർത്ഥനാ ചക്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വരുന്നവരെല്ലാം അത് കറക്കുന്നുണ്ട്. ഇത് നമ്മുടെ വലത്തോട്ട് കറക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കറക്കി കറക്കി വെക്കുന്നുണ്ട്. അത് ബുദ്ധമതത്തിലെ ഒരു വിശ്വാസമാണേ. അതായത് ഒരു തവണ നമ്മൾ ഇത് കറക്കിയാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇതിനകത്തുള്ള മന്ത്രങ്ങളെല്ലാം വായിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മുകളിൽ കാണുന്ന ആ സ്തൂപം കണ്ടോ? ആ സ്തൂപം അവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ തിന്മകളെയും ദുരാത്മാക്കളെയൊക്കെ അകറ്റാനാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം കേട്ടോ. അതിന് താഴെയായിട്ട് 108 കറങ്ങുന്ന സാധനമല്ലേ, കറങ്ങുന്ന മണികൾ 108 എണ്ണം ഉണ്ടേ. ഇതാണ് ആ പുറത്തെ ഉള്ള കാഴ്ചകൾ കേട്ടോ. ആക്ച്വലി ഇത് ഇന്ത്യയിലാണെങ്കിലും എന്നാൽ ഇന്ത്യയിലെ നേപ്പാൾ ബോർഡർ ഭാഗത്തായിട്ട് വരും കേട്ടോ. ഇത് ഇതിനകത്ത് ഇത് അതിനകത്തെ മറ്റു കാഴ്ചകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഓരോരുത്തരുടെ ഓരോ സന്യാസിമാരന്മാരുടെ ദലൈലാമ എന്നൊക്കെ പറയത്തില്ല, ദലൈലാമ, അവരുടെയൊക്കെ ഓരോരോ ഇത് പ്രതിഷ്ഠകൾ വെച്ചിരിക്കുവാണേ. അപ്പൊ അവരുടെ പിന്നിൽ കാണുന്ന പാത്രങ്ങളും ബൗൾസും പൂവും ഒക്കെ ഓരോരുടെ ആഗ്രഹ സാഹല്യം നടന്നതിന്റെ ഫലമായിട്ട് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നതാട്ടോ. ഓരോരുത്തരുടെ വകയായിട്ട് കൊടുക്കുന്നതാ. എനിക്ക് ഇവരുടെ പേരൊന്നും അറിയത്തില്ല. പേരൊന്നും പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവരുടെ പ്രത്യേകമായിട്ട് ഇവരുടെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഓരോരുത്തർ പൈസകളും ഒക്കെ ഗിഫ്റ്റുകളും ആയിട്ട് കൊടുക്കുന്നുണ്ട്. പൈസകള്, പാത്രങ്ങള് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് പണ്ട് ഈ സ്ഥലത്തൊക്കെ ഒരുപാട് ഈ പ്രേതങ്ങളുടെയും അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്തൂപവും ഈ ലാമ ഇവിടെ നിർമ്മിച്ചതെന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. ഇതിന് ചുറ്റുമായിട്ട് ഈ ലാമമാരുടെ ചെറിയ ചെറിയ സന്യാസി മഠങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടായിരുന്നു ഒരുപാട് സന്യാസിമാരുണ്ട് കേട്ടോ. അതേപോലത്തെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടേ ഒരുപാട് സന്യാസിമാർ അതിന് ചുറ്റും താമസിക്കുന്നുണ്ട് ഫുള്ള്. ഇത് സിക്കിമിൽ തന്നെ ഗാങ്ടോക്ക് എന്ന സ്ഥലത്താണ് ഈ മോൺസ്റ്ററി സ്ഥിതി ചെയ്യുന്നത്. ആ സ്തൂപത്തിന് ഉള്ളിൽ തന്നെ പ്രാർത്ഥനയായ ഗ്രന്ഥങ്ങൾ ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ സ്തൂപത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു. ഇത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കളിമണ്ണും വെള്ളവും വെച്ചിട്ട് എന്തോ സ്തൂപങ്ങളും വിളക്കിന്റെ ചട്ടികളും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. താങ്ക് യു സോ മച്ച്.